ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് അണികൾക്ക് പറയാനുള്ളത് കേൾക്കാം. കാലാവസ്ഥ ഇപ്പോൾ നല്ല ചൂടിലാണല്ലേ, എല്ലാവരും വേർത്തൊഴുകുകയാണ്. സഹിക്കാൻ പറ്റുന്നതിനപ്പുറം എത്തിയിട്ടുണ്ട് ഈ ചൂട്. അതിലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ നാടും നഗരവും ഒക്കെ ഉള്ളത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മുന്നണികളൊക്കെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. വെറുതെ അവർ വിജയപ്രതീക്ഷ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്യുന്നത്, കൃത്യമായി ഇപ്പോഴത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വിജയ സാധ്യത എന്ന് അക്കമിട്ട് എണ്ണി പറയുകയാണ് അണികൾ ഓരോരുത്തരും. ആ വിശേഷങ്ങളാണ് നമുക്കറിയേണ്ടത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തീർച്ചയായും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, വർഗീയ വിഭജനത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ ബഹുസ്വരതയും തിരിച്ചു പിടിക്കുവാനുള്ള വലിയ പോരാട്ടം അത് ഇന്ത്യ മുന്നണിയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെടുനായത്വം വഹിച്ചുകൊണ്ട് ആ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ആ രീതിയിൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ബഹുസ്വരതയും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ തീർച്ചയായും ഈ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ജനങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെ പാർലമെൻറ്റിലേക്ക് അയക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാഴ്ചപ്പാടുകളെയും, അത് മതനിരപേക്ഷതയായാലും ജനാധിപത്യമായാലും, അതിനെയെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ പ്രവർത്തനം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സംഘപരിവാരത്തിൻ്റെ ആശയം അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി പൂർണ്ണമായും അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളെ മാറ്റിയെഴുതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ്റെ ജീവിതം വളരെ വളരെ ദയനീയമായ നിലയിലേക്ക് പോവുകയാണ്. ലോകത്തിലെ പട്ടിണിക്കാരുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി നമ്മുടെ അയൽ രാജ്യങ്ങളെ തട്ടിച്ചു നോക്കിയാൽ വളരെ ദയനീയമാണ് എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയപ്രതീക്ഷ എന്നുള്ളത് കേരളത്തിലെ ചുരുങ്ങിയത് 6 സീറ്റെങ്കിലും BJP നേടുമെന്നുള്ളത്. അതിലൊന്ന് കാസർഗോഡ് മണ്ഡലമാണ്. നിങ്ങൾക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ UDFനാണോ LDFനാണോ ഭൂരിപക്ഷം കിട്ടുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ നിന്നിപ്പോൾ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയരാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം BJP മറ്റ് 2 മുന്നണികളെ പോലെ തന്നെ വളരെ ശക്തമായ രാഷ്ട്രീയ അടിത്തറ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഉള്ള ഒരു സൂചനയാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് മണ്ഡലത്തിലും അത് വെന്നിക്കൊടി പാറിക്കും എന്ന് നമ്മൾ നിസ്സംശയം പറയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, കേരളത്തിലെ 2 മുന്നണികളും ഒരുപാട് കാലമായി നമ്മുടെ ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വികസനം ഒന്നും നമ്മുടെ MPമാരുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. വികസനമാണ് ഇവിടെ ചർച്ചാ വിഷയമെങ്കിൽ ഒരു MPയെ സംബന്ധിച്ചിടത്തോളം ഫണ്ടുകൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രാദേശിക വികസന ഫണ്ട് മുഴുവനായും ഏകദേശം 17.5 കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചതും മുൻ MP മറന്നുവെച്ചതുമായിട്ടുള്ള 2.5 കോടി രൂപ ഉൾപ്പെടുത്തി 19.5 കോടി രൂപ ഈ മണ്ഡലത്തിൽ കൃത്യമായി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 263 ഹൈമാസ് ലൈറ്റുകൾ, 14ഓളം സ്കൂൾ ബസ്സുകൾ, ആംബുലൻസുകൾ, 4 കമ്മ്യൂണിറ്റി ഹാളുകൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന് പ്രാദേശിക വികസന ഫണ്ടിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചു. അതിനു പുറമെ 7 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, ഇവിടെ പയ്യന്നൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഏഴിമല റെയിൽവേ ക്രോസിങ്ങിൽ ഒരെണ്ണം, തൃക്കരിപ്പൂർ എളമ്പച്ചി റെയിൽവേ ക്രോസിങ്ങിൽ ഒരെണ്ണം, തൃക്കരിപ്പൂർ ഒളവര റെയിൽവേ ക്രോസിങ്ങിൽ ഒരെണ്ണം ഉൾപ്പെടെ 7 റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ ഈ മണ്ഡലത്തിൽ സാധ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം രോഗികൾക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഗ്രാം സഡക്ക് യോജനയിൽ ഉൾപ്പെടുത്തി 7ഓളം
പഞ്ചായത്തുകളിൽ പുതിയ റോഡുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സാഗി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 4 ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടി 5 കോടി രൂപ വിന്യസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം അമൃത് ഭാരത് പദ്ധതിയിലൂടെ 2 റെയിൽവേ സ്റ്റേഷനുകൾക്ക് വികസന കുതിപ്പേകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂർ 32 കോടി രൂപ, കാസർഗോഡ് 25 കോടി രൂപ. ഈ രീതിയിൽ വികസന വിപ്ലവം സൃഷ്ടിച്ച് വികസന നായകനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വികസനം എന്നുള്ളത് ഇവിടെ തീർത്തും വികസനമല്ല. ഇവിടെ കുറേ ഹൈമൈറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് നല്ലതുകൊണ്ട് വേറെ കാതലായി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു സംരംഭം കാസർഗോഡ് പാർലമെൻറ്റിൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? അതിനു മുൻപേ ഉണ്ടായിരുന്ന പി കരുണാകരൻ MP ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന മേഖലയില്ല. പക്ഷേ നരേന്ദ്രമോദി വികസന കാഴ്ചപ്പാടോടുകൂടി രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും വികസനങ്ങൾ മാത്രമാണ് ലക്ഷ്യം. 2047 ആകുമ്പോഴേക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതത്തിന് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിൻ്റെ ഭാഗമായി കാസർഗോഡും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. രാജ്യത്ത് വിസ്തൃതമായ വളരെ വിപുലമായൊരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയുള്ളൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം അത് ഇടതുപക്ഷമാണ് എന്ന് ഓരോ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ തിരിയുകയാണ്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്രപരമായ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള മണ്ണാണ് കാസർഗോഡ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് പൊതുവിൽ രാഷ്ട്രീയമായിട്ടുണ്ടായിട്ടുള്ള പൊതുവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാസർഗോഡ് ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കൈപ്പിഴ അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് തിരുത്തും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി കാസർഗോഡിനകത്ത് ജനങ്ങൾ MV ബാലകൃഷ്ണൻ മാസ്റ്ററെ തെരഞ്ഞെടുക്കും. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ ഉൾപ്പെടെ തീരുമാനിക്കുമെന്ന നിലയിലേക്ക് ധാർഷ്ട്യവുമായിട്ട് RSSും സംഘപരിവാരവും പോകുമ്പോൾ അതിനോരം നിൽക്കുന്ന നിലപാട് കാസർഗോഡുള്ള UDFൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സമീപകാല ദിവസങ്ങളിൽ അനുഭവം ഉൾപ്പെടെ തെളിയിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷ അല്ലെങ്കിൽ നിലപാടെടുത്തുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം പോകുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഈ നാട് നിൽക്കും. ആ ഒരു അന്തരീക്ഷമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഘട്ടമെത്തി നിൽക്കുമ്പോൾ ഈ നാട് തരുന്ന ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ കാസർഗോഡിൻ്റെ ഇടതുപക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ബാലകൃഷ്ണൻ മാസ്റ്റർ വിജയിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത്. കൃത്യമായ വിജയപ്രതീക്ഷകൾ തന്നെ ഏവരും മുന്നോട്ട് വയ്ക്കുമ്പോഴും പുതുതായി ചേർത്ത കന്നി വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും എന്ന് ഇനിയും വ്യക്തത വരാത്തത് കൊണ്ട് തന്നെ വിജയം ആർക്കായിരിക്കും, ജനങ്ങൾ ആർക്കൊപ്പമായിരിക്കും നിൽക്കുക, ഇവിടെ വികസനത്തിന്റെ വലിയ മാതൃക ആരാണ് തീർക്കുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ അർജുനൊപ്പം KN വർഷ.